ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സത്യാനന്തര കാലത്ത് ഉള്ള ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ അക്കാഡമിക് മേഖലയിൽ സർവകലാശാലകളിൽ സംഘപരിവാർ കാവ്യവൽക്കരിക്കുന്നു സർവകലാശാലകൾ എന്നുള്ള ഒരു നിലവിളികൾ കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അത് കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു? ഇത് സാഹിത്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല എങ്കിൽ പോലും ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത് ഞാൻ അതിനെ വേറെ രീതിയിൽ നോക്കിക്കാണാം. ഇപ്പോൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കൈ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാള അധ്യാപകർക്കിടയിൽ അവർക്കൊരു മേൽക്കൈയുണ്ട്. അതുകൊണ്ട് മുമ്പ് പക്ഷേ സാഹിത്യത്തെ സാഹിത്യമായിട്ട് കാണുന്ന ഒരു വിഭാഗം അന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. അവർ തങ്ങളുടെ ആശയം അവതരിപ്പിക്കാൻ വേണ്ടി, തങ്ങളുടെ ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ ബോധപൂർവമായിട്ട് സിലബസിൽ അവർ മാറ്റം വരുത്താൻ തുടങ്ങി. ആ സിലബസാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ സിലബസിലൊരു പുസ്തകം വന്നു കഴിഞ്ഞാൽ ആ പുസ്തകം പഠിക്കണമല്ലോ കുട്ടികൾ. അങ്ങനെയാണല്ലോ ആ പുസ്തകത്തിൻ്റെ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തുക. വളരെ ബോധപൂർവം മലയാള സാഹിത്യത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, സാഹിത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റ് വിഷയങ്ങൾ സാഹിത്യ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി നിർബന്ധിതരായി. ഇതൊരു വലിയ വിഷയമാണിത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും വിവാദമായ പ്രശ്നമാണ് വേടൻ്റെ കവിതകൾ, പാട്ടുകൾ പഠിക്കണമെന്നുള്ളത്. അത് സാഹിത്യമായിട്ട് എന്താണ് ബന്ധമുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? പോപ്പ് സംഗീതത്തിൻ്റെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. ഈ പോപ്പ് സംഗീതമാണ് മലയാളം കുട്ടികൾ പഠിക്കുന്നത്. അതിന് വേറെ വിഭാഗമില്ല, മ്യൂസിക് വിഭാഗത്തിലുണ്ടാവില്ല. മ്യൂസിക് വിഭാഗം കുട്ടികൾ പഠിച്ചാൽ പോരെ. അപ്പോൾ എന്ത് പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാള വിദ്യാർത്ഥികൾ? ഇതൊരു ചോദ്യമല്ലേ. ഞാൻ പലരോടും ചോദിച്ചു, പല പ്രൊഫസർമാരോടും ചോദിച്ചിട്ടുണ്ട്. അവരും കൈമലർത്തുകയാണ്. ലോകത്തുള്ള ഏത് കാര്യങ്ങളും പഠിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാളം കുട്ടികൾ. അവർ പഠിച്ചോട്ട് കുഴപ്പമില്ല, പഠിക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ സാഹിത്യം പഠിക്കണ്ടേ? നമ്മുടെ സിലബസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടവരുടെ പുസ്തകങ്ങൾ, ബന്ധുക്കളുടെ പുസ്തകങ്ങൾ, സുഹൃത്തുക്കളുടെ പുസ്തകങ്ങൾ. ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസിനെ കുറിച്ച് ഡോക്ടർ എസ് ശ്രീകുമാർ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മലയാളം പാഠപുസ്തകങ്ങളൊക്കെ തന്നെ സ്വന്തക്കാരുടെ പുസ്തകങ്ങളാണ്. ഒന്നുകിൽ സുഹൃത്തിൻ്റെ പുസ്തകം, അല്ലെങ്കിൽ അമ്മാവൻ്റെ പുസ്തകം, അല്ലെങ്കിൽ അനിയൻ്റെ പുസ്തകം, ബന്ധുക്കളുടെ പുസ്തകം എന്ന് അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട്. അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിലബസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവർ സാഹിത്യത്തെയും സിലബസിനെയും ഒക്കെ മാറ്റിയിട്ട് അവരുടെ ചിന്തകൾക്ക് അതീതമായിട്ട് കൊണ്ടുപോയി സംഭവം. അത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യണ്ടേ? മറ്റുള്ളവർ വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള പേടിയിലായിരിക്കാം ഈ തീർച്ചയായിട്ടും. ആര് വന്നാലും സാഹിത്യത്തെ സാഹിത്യമായി കാണുകയും ഗൗരവമായ പഠന വിഷയമായിട്ട് മാറുകയും ചെയ്യുന്നൊരവസ്ഥ വരട്ടെ. എത്ര കാലമാണ് ഈ പറയുന്ന ഏകാധിപത്യം ഇവർ മുന്നോട്ട് കൊണ്ടുപോവുക? അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? മലയാളം പഠിക്കാൻ എത്ര കുട്ടികൾ ഇപ്പോഴുണ്ട്? ഒരു വാട്സപ്പിൽ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു കുറിപ്പുണ്ട്. ഒരു വളരെ ഖേദകരമായിട്ടുള്ള കുറിപ്പാണ്. മലയാളം പഠിക്കാൻ ഇപ്പോൾ കുട്ടികളില്ല. യൂണിവേഴ്സിറ്റികളിൽ മലയാളം പഠിക്കാൻ ഇപ്പോൾ കുട്ടികളില്ല. പണ്ടൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുട്ടികളെ സീറ്റ് കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പോൾ എന്തിനായി പഠിക്കുന്നത് കുട്ടികൾ ആലോചിക്കുകയാണ്. ഈ വേടനെ പോലത്തുള്ള ആൾക്കാരുടെ പാട്ട് പഠിക്കാനാണ് നമ്മൾ ഈ 3 വർഷം ചിലവാക്കുന്നത്, ഡിഗ്രി. ഇങ്ങനെ കുട്ടികൾ ചിന്തിക്കുകയാണ്. അപ്പോൾ സിലബസിൽ അവരെ മാറ്റം വരുത്തിയപ്പോൾ കുട്ടികൾ പഠിക്കാനില്ല. എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്ത് പോയിട്ട് പഠിക്കുന്നത്? കേരളത്തിൽ നിന്ന് പുറത്ത് പോയി പഠിക്കാൻ കാരണം എന്താണ്? കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഒരുപാട് കുട്ടികൾ, ഞാൻ വർക്ക് ചെയ്ത യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വിടുന്നുണ്ട്, മലയാളം പഠിക്കാൻ വിടുന്നുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, കുട്ടികൾ നിങ്ങൾ തന്നെ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അവർ പറയാറുണ്ട്, ഇങ്ങനെ സാർ കേരളത്തിൽ എന്തിനാണ് പഠിക്കുന്നത്? അവിടുത്തെ വിദ്യാഭ്യാസം സാറിന് അറിയാമോ? അവർക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ ചെറുപ്പത്തിലെ ഡൽഹിയിലാണെന്ന് എഴുതിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയില്ല, എനിക്കറിയാം, ഞാൻ കുറേ അവിടെ വർക്ക് ചെയ്തതാണ്, എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചതാണെന്ന് പറയാം. അപ്പോൾ പറയും, സാർ അവിടുന്ന് ഒന്നും പഠിപ്പിക്കുന്നില്ല, അവരൊക്കെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ അല്പം ബ്രൈറ്റായിട്ടുള്ള കുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കുന്നത്. അപ്പം നമ്മുടെ അധ്യാപകർ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ പുറത്ത് കൊണ്ടുപോയിട്ടുള്ളത്. അത് വിദ്യാർത്ഥികൾ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർ നല്ല കാര്യം നോക്കിപ്പോവും, തീർച്ചയായിട്ടും കുറ്റം പറഞ്ഞ കാര്യമില്ല. അപ്പം നമ്മുടെ ഈ സിലബസ് നിർമ്മാണം, ഇപ്പം അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗമുണ്ട്. ഈ വർഷം ഒരു കുട്ടി പോലും അവിടെ PGക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ആ വിഭാഗം പൂട്ടിപ്പോവുകയാണ്. കേരളത്തിന് പുറത്ത് ഉള്ള മദ്രാസ് യൂണിവേഴ്സിറ്റിയും അലിഗഡും മാത്രമേ മലയാളം പഠിപ്പിക്കാനുള്ളായുള്ളൂ. മലയാളം അവിടെ നിർത്തിയിരിക്കുന്നതാണ്. ഒരു കുട്ടി പോലും ജോയിൻ ചെയ്തിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ കേരളത്തിൽ പോലും പഠിക്കാൻ ആളില്ല, എന്നിട്ടാണ് പുറത്ത് പോയി പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ സിലബസിൽ വരുന്ന മാറ്റം, ഇപ്പം നിങ്ങൾ ഈ സ്കൂൾ സിലബസ് എടുത്ത് നോക്കുക. നമ്മളൊക്കെ പഠിച്ച സിലബസിൽ കുമാരനാശാൻ ഉണ്ടായിരുന്നു, എഴുത്തച്ഛനുണ്ടായിരുന്നു,
വള്ളത്തോളുണ്ടായിരുന്നു, ഇവരൊക്കെ മഹാകവികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല ആ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് ഓരോ വിഷയമെടുത്തിട്ട് ആ വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കവിതകൾ, കഥകൾ. അപ്പോൾ ആരുടെ കഥ കൊടുക്കുക? നിലവാരം നോക്കേണ്ട ആവശ്യമില്ല. നിലവാരമില്ലാതെ വിഷയത്തെ അടിസ്ഥാനമാക്കി മാത്രം സിലബസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് നമ്മുടെ സാഹിത്യത്തിലും സിലബസിലും സംഭവിച്ചിട്ടുള്ള അപചയത്തിന് ഒരു ഉദാഹരണമാണ്. ഇതാണ് കുട്ടികൾ പഠിക്കുന്നത്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള അതിപ്രസരം ഒഴിവാക്കുക എന്നുള്ളതല്ല പറയുന്നത്. സംഘപരിവാറിൽ നിന്ന് ആരും വരാൻ പാടില്ല. അതേസമയം ഇടതുപക്ഷത്തിൻ്റെയോ മറ്റ് രാഷ്ട്രീയ ഇതിലേക്ക് വന്നാലും കുഴപ്പമില്ല. പക്ഷേ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കണം എന്ന് ആരും പറയുന്നില്ല സർവകലാശാലകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആദർശമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രമായിരിക്കും അതിലേക്ക് കയറ്റുക. പക്ഷേ അത് ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. സംഘപരിവാർ മാത്രം വരാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുന്ന് ആരും വരാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഇതാണ് ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒരു കുത്തകയായി നിലനിർത്തണം എന്നുള്ളതിൻ്റെ ഭാഗമല്ലേ അങ്ങനെ ഒരു? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. ഇത് ഇപ്പം നെഹ്റു ഭരിക്കുമ്പോൾ നെഹ്റുവിന് ശേഷം അതിനുശേഷവും നെഹ്റു ഭരിക്കുമ്പോഴുമൊക്കെ ഒരു ബുദ്ധിജീവി സംഘത്തെ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. നമുക്കറിയാം, അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം. ഇപ്പോൾ JNU പോലുള്ള യൂണിവേഴ്സിറ്റികൾ, അലിഗഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള കുറേ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് കുറേ പ്രൊഫസർമാർ, അവർ ചരിത്രകാരന്മാരാണ്, സാഹിത്യകാരന്മാരാണ്, ഒക്കെയാണ്. ഇവർക്ക് നിർമ്മിച്ച് വെച്ചൊരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തെയാണ് കേരളത്തിലെ ഈ അക്കാദമിക് ലോകം പിൻപറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറ്റില്ല. സഹിഷ്ണുതയില്ല അവർക്ക്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം സ്വീകരിച്ച് ജനാധിപത്യപരമായ രീതിയിൽ ഉൾക്കൊള്ളാൻ അവർക്ക് ശീലമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് പ്രത്യയശാസ്ത്രം വന്നാലും ആ സിലബസിൻ്റെയും പാഠ്യപദ്ധതിയുടെ നിലവാരം കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ സങ്കുചിതമായ രാഷ്ട്രീയം ഉൾച്ചേർക്കരുത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്.